വലിച്ചാട്ടണേ വലിച്ചാട്ടണേ. ഇത് പൊട്ടത്തില്ലല്ലേ? പൊട്ടു ഇത് എന്റെ കൊച്ചു കുരുപ്പാണ് കേട്ടോ ആട്ടുന്ന. പൊട്ടുവോ? അതിന് നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഒരു വർഷം മുമ്പ്. കൊരങ്ങി. നീയാ കൊരങ്ങി. നീ ആടണ്ട, ഇതെന്റെതാ, എന്റെ ഊഞ്ഞാല. നീ ആടണ്ട. നീ എന്തായിരുന്നു ആടുന്ന? നീ ആടണ്ട. വേണ ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്ന ആടാ. കാപ്പിയൊക്കെ ഉണ്ടാക്കിയ? ഓ ഇവര് 4 മണിക്ക് എഴുതിച്ച് ഉണ്ടാക്കി വെച്ചേക്കാണ് സാമ്പാറൊക്കെ. ഉറങ്ങിയില്ലേ മൂത്തമ്മ? മൂത്തച്ഛൻ ഉറങ്ങിയില്ലേ? അയ്യോ പിന്നെ ഉറങ്ങിയാൽ താമസിക്കും എണീക്കാൻ. അതുകൊണ്ട് പിന്നെ ഉറങ്ങിയില്ല. കടല വെച്ച് പിന്നെ സാമ്പാർ വെച്ച് 2 കറി വെച്ചോ? 2 കറി, സാമ്പാറും കടലേ. എനിക്ക് വയ്യ. ഇത് കണ്ടാമ്മ, 1 കറിയല്ല 2 കറി. ഇഡലി ചെറിയ ഇഡലി കേട്ടോ. മറ്റേ ഇതിന്റെ അത് ചെറുതാണോന്നില്ലേ? ചട്ടോ? പക്ഷെ ചട്ടോ അല്ലല്ലേ, ചട്ടോ തട്ട്. മൂത്തമ്മയ്ക്ക് വയ്യാത്തോണ്ട് മൂത്തച്ഛൻ തന്നെ ഫുള്ള് കുക്കിംഗ് ഒക്കെ. മൂത്തച്ഛൻ എന്തൊക്കെ വെക്കും? എല്ലാം വെക്കൂലേ? എന്തൊക്കെ വെക്കും? ഉച്ചക്ക് ചോറൊക്കെ വെക്കോ? ചോറൊക്കെ വെക്കോ? ബാക്കിയെല്ലാം വെക്കും. സാമ്പാറ് പിന്നെ കണ്ടിച്ച് തന്ന കറിയാക്കും. കറി വെക്കും. എന്നാലും അതത്ര ശരിയാവൂല. ഞാൻ വെച്ച് ശീലിച്ചിട്ടില്ല. കൊള്ളാം ചെറുകറി. എനിക്കിഷ്ടപ്പെട്ട്. ഒത്തിരി മഞ്ഞ കളറും അല്ല. ഞാൻ അന്ന് അച്ഛൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്തേട്ടോ. ആറ്റിൽ പോയി കുളിച്ചു, വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ അമ്പലത്തിലോട്ട് പോവാണ്. എല്ലാം അടുത്തടുത്താണ്. 6 അവിടെ, അമ്പലം ഇവിടെ. വേറൊരു വൈബ് സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അച്ഛൻ ചെരുപ്പില്ലേ? അവിടെയാണ് കേട്ടോ അമ്പലം. ഇതൊരു ആയുർവേദ ആശുപത്രിയാണ്, ഹോസ്പിറ്റല്. ഇത് മൂത്തമ്മയുടെ വീട്ടിന്റെ ബാക്ക് സൈഡ് ആട്ടോ. അത് കണക്ക് തന്നെ ഇവിടെ ഫുള്ള് മണലാണ്. ഈ സ്ഥലത്ത്, ഈ പ്രദേശം മൊത്തം മണല. എല്ലാവരുടെയും വീട്ടിലും അകത്ത് മണലായിരിക്കും. ഇവിടെ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നത് കേട്ടോ. ചിപ്പണല്ലേ? ഹായ്, എന്തുകൊണ്ട് വരുത്? എന്തുകൊണ്ട് വിശേഷം? സുഖം. എൻ്റെ വ്ളോഗ് അവർ ഹായ് പറ. ഞാൻ അങ്ങോട്ടൊക്കെ പോയായിരുന്നു. അപ്പം ഞാൻ അവിടെ ചോദിച്ചു മണിക്കൂട്ടൊന്നും കിടത് മനുണ്ണ ഇല്ലേന്ന്. അവിടെ ആരും കണ്ടില്ല. ഞാൻ ഇന്നലെ എത്തി. ഇന്നലെ വന്നേ ഉള്ളു. ഇങ്ങോട്ട് പിന്നെ അധികം വരലില്ല. ഉത്സവത്തിന് വന്നില്ല ഞങ്ങള്. പണിയില്ലോ? സൺഡേ ഹോളിഡേ. ക്രിക്കറ്റ് ഒന്നും കളിക്കുന്നില്ലേ? റിട്ടയർ ആയോ? ഓ ഇവിടെ മതിലൊക്കെ കെട്ടി. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു അണ്ണാ. ഒത്തിരി മാറിയണ്ണാ. ഈ വഴി ഇല്ലായിരുന്നു. ഇവിടെ ഈ ഇതിന്റെ ബാക്കിൽ കൂടെ ഒരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം മാറി കേട്ടോ. ഇതൊക്കെ ഇപ്പൊ വെച്ചല്ലേ? നേരത്തെ ഈ ഒരു മുടിപ്പുര മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ അമ്പലത്തിന് മുടിപ്പുര കേട്ടോ പറയുന്നത്. നടപ്പന്തലാട്ടോ. ഇവിടെ എല്ലാരും വന്ന് വൈകിട്ടാകുമ്പോഴത്തേന് എല്ലാരും ഇവിടെ കൂടും. ഇവിടെ വന്നിരിക്കും. ഇവിടെ വെച്ച് ലേലോ കടക്കത്തില്ല. ചെന്താർമിഴി പൂന്തേൻമൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. ചെന്താർമിഴി പൂന്തേൻമൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. നട തുറക്കുന്നേ നോക്കി എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഞങ്ങളായിരുന്നു ഈ മണി അടിക്കുന്നത്. ഈ മണി എൻ്റെ, ആ മണി അവൻ്റെ, നന്ദുവിൻ്റെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ മാക്ക് അടിക്കുക. ബൂഗിമാൻ എന്നായിരുന്നു വിളിക്കുന്നത് പോലെ. അന്ന് മറ്റേ WWE ഉണ്ടല്ലോ, അതിനകത്തെ പേരായിരുന്നു അവര്, ബൂഗിമാൻ. ഒരു മണക്ക് സൈക്കിൾ കൊടുത്ത് ഞാൻ ഇങ്ങനെ ഇറങ്ങി രാവിലെ, ഞാനും അവനൂടെ. എന്നിട്ട് വേണ്ടേ ഇതുപോലെ ഓടിക്കും കറങ്ങി. പക്ക ഡസ്റ്റ് കേട്ടോ. അണ്ണാ മറ്റേ ഇല്ലൊരു അവരുണ്ടായിരുന്നല്ലോ, മറ്റേ MGR അമ്മുമ്മ. നിങ്ങൾ പറഞ്ഞു പോയാ? എനിക്ക് ഓർമ്മയുണ്ട്. MGR അമ്മുമ്മ കണ്ണാടി വെച്ച. അണ്ണ എപ്പോഴും അവിടെ വന്നിരിക്കും. എന്തേവര് ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ഒന്ന് കാണാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. ഒരു MGR അമ്മുമ്മ ഉണ്ടായിരുന്നു. അവര് തമിഴൊക്കെ പറയും. എപ്പോഴും കണ്ണാടി വെച്ച് കിടക്കുക.
നീ മാർഗഴി തിങ്കളിൽ മടുമലർമണി തട്ടിലിൽ പൊന്മാനോ പാൽ കനവോ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ. ഞാൻ നന്ദുവിന്റെ മണി അടിച്ച്. സാധാരണ അതായിരുന്നു എന്റെ മണി. ഇല്ല, ഇനിയുണ്ട്. പ്രസാദം കിട്ടും. അത് തന്നിട്ടോ. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടത്. ആ സീനാണാ പശു. അമ്പാ എവിടാ ഓടുന്നാ? ഇന്ന് ഞാൻ നിന്റെ ഇടിയും പേടിച്ചിട്ടേ പോവും. ബാ. ആ വേണ്ട കേട്ടോ അമ്മ. ഇതേ ആണാ, അകിടില്ല. ആര് പറഞ്ഞു? പെണ്ണല്ല, അകിടില്ല അതിന്. കൊച്ചൊന്നുമല്ല, അത്രയും വലുതായിട്ടിരിക്കുന്ന. അല്ലെന്ന്. പണ്ട് ഇവിടെ വരുമ്പോഴത്തേന് ഫുൾ ടൈം അമ്പലം ചുറ്റിപ്പറ്റി ഇവിടെ തന്നെ ആയിരിക്കും. വൈകുന്നേരം വരെ, രാത്രി ഉറങ്ങുന്നിടം വരെയും ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ തന്നെ കഞ്ഞിയും ഉണ്ട്. രാവിലെ കാപ്പി ഉണ്ടായിരുന്ന ഉത്സവമാവുന്ന സമയത്തുണ്ടല്ലേ? ഉത്സവമാവുന്ന സമയത്ത് രാവിലെ കാപ്പിയും എല്ലാം ഉണ്ട്. ഉത്സവത്തിന് ഓർമ്മയുണ്ടോ? രസവട. ആ രസവട എന്നിട്ട് എനിക്ക് ഇളക്കമായി, ഛർദിലായി. ഞാൻ അത് ഒരു പെമ്പശുവിനെ കണ്ടിട്ടെന്ന് പറയാം, അത് ആമ്പശു വന്നു. ഇത്രയും വർഷം വെള്ളത്തിൽ കിടന്നിട്ട് അതിനകത്ത് വൃത്തിയില്ല, അഴുക്കുടിച്ചിരിക്കണം. അതാന്ന് പോയി. കുഞ്ഞു പശുവാ, അത് പ്രസവിച്ചിട്ടെങ്കിലേ അതിന് അകിടൊക്കെ വരുത്തോളൂ. അത് ആമ്പശു അറിയത്തില്ല കേട്ടാ എനിക്ക്. കാളയല്ല, പെണ്ണാ അത്. ആ ചെറുതാ അത്. ഇതായിരുന്നു പായസം കേട്ടോ, പ്രസാദ അമ്പലത്തിലെ. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക് എഡിറ്റഡ് അല്ല കേട്ടോ, ഇവിടെ വന്നപ്പോ കേൾക്കുന്നതാ. ഇതാ ഫീല് നോക്ക്. രോമാഞ്ചം. ഈ അമ്പലവും പരിസരം എത്ര ഷൂട്ട് ചെയ്താലും എനിക്ക് മതി വരുന്നില്ല, അത്രയ്ക്ക് അടിപൊളി. അപ്പം നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് സദ്യാലയത്തിലോട്ട് വന്നു കേട്ടോ. ഇവിടെ എന്നും കഞ്ഞിയൊക്കെ ഉണ്ട്. അയ്യോ, എനിക്ക് ഫുള്ള് നൊസ്റ്റാൾജിയ വെച്ചാ, ഭയങ്കര നൊസ്റ്റാൾജിയ. ആ ടൈമിലോട്ട് വന്നതൊക്കെ ഉണ്ട് കേട്ടോ. കഞ്ഞിയാണ്, ചോറ് കാണും, എല്ലാം ഉണ്ട്. പിന്നെ ഉത്സവം ആവുന്ന ടൈമിൽ ഇവിടുത്തെ ആൾക്കാരൊന്നും വീട്ടിലൊന്നും വെക്കത്തില്ല, എല്ലാരും ഇവിടെ തന്നെ. കഞ്ഞി അറിയോ? ഓ വ്ളോഗ്. അയ്യോ, ചൂട് കഞ്ഞി ചൂട്. വീട്ടിൽ ഉണ്ടോ? ചേച്ചിമാരൊക്കെ ഉണ്ടോ? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? ഞാൻ തിരക്കിന്ന് പറഞ്ഞേരം എല്ലാവരും. ഇപ്പം ആളൊക്കെ കുറഞ്ഞു. പക്ഷേ നേരത്തെ ആണെങ്കിൽ ഈ സദ്യയിലെ നിറച്ച ആളുണ്ടായിരുന്നു. ആളില്ല. കഞ്ഞിയുണ്ട്, എരിശോരിയുണ്ട്. ഇത് നെല്ലിക്ക അച്ചാറല്ലേ മുത്തമ്മ? മാങ്ങയാണോ? കുടിക്കാം. എനിക്ക് എല്ലാരും ഓർമ്മയുണ്ട്. ഇവിടെ പിന്നെ എല്ലാരും അപ്പി എന്നാ വിളിക്കുന്നത്. എന്തിനപ്പി? അടിപൊളി പായസം ഉണ്ട് കേട്ടോ. ഇത് അമ്പലത്തിലെ പ്രസാദം. എല്ലാവരും പ്ലേറ്റിൽ തന്നെ എടുത്ത്. മുത്തമ്മ ബാ, ഹോം ടൂർ എടുക്കാം ഇനി. എന്നുവെച്ചാൽ വീടൊക്കെ ചുറ്റി കാണിക്കുന്ന, അതാണ് ഹോം ടൂർ. അങ്ങനെയൊക്കെ യൂട്യൂബിലൊക്കെ അങ്ങനെ പറയുന്നത്. നമ്മള് വീട് ചുറ്റി കാണിക്കാൻ പറയും. നമുക്ക് എല്ലാം ടൂറാ. റൂം ടൂറ്, കക്കൂസ് ടൂറ്, എവിടെ പോയാലും ടൂർ. അങ്ങനെ. ഇത് മാതളമാന്ന് തോന്നല്ലേ? ഇതുവരെ കാച്ചിട്ടില്ല. പൂവുണ്ട്, നല്ല ഭംഗി. അതിന് വേണ്ടി വെറുതേക്കുന്നു. കായൊന്നുമില്ല. എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ മാതളം. ഞാൻ നട്ടത്. അതിനകത്ത് ഒരു കാ പിടിച്ചായിരുന്നു വെച്ചാ, പക്ഷെ അത് പട്ടുപോയി. പൂവുണ്ടാ? ഒരു പൂ പിടിച്ചു കൊണ്ട് കേട്ടോ. ഇത് നേരത്തെ ഉള്ളത് തന്നെയായിരുന്നു. അന്ന് വന്നപ്പോഴേ ഇതുണ്ടായിരുന്നു. തെങ്ങിനകത്തൊരു ചെടി. ചേമ്പലല്ലേ? അപ്പുറത്ത് വയറൂർ ഹോസ്പിറ്റലാണെന്ന് അവിടെ മാറ്റടിച്ച് ഇവിടെ വീണ്. അതെടുത്ത് ഇതിന്റെ മുട്ടി ഒരു കുത്തി വെച്ച് എന്നിട്ട് വേപ്പെന്നും പറഞ്ഞിട്ട്. ഇത് ചേമ്പല്ലേ? ഓ, അത് കുത്തി വെച്ചേക്കുന്ന വേപ്പെന്ന്. അപ്പുറത്തെ ആശുപത്രി കാറ്റടിച്ച് വന്നതല്ലേ? അതെന്തിനു കുത്തി വെച്ച? ചേമ്പിനെ അപമാനിക്കാനാ? ചേമ്പിന്റെ പേര് വേപ്പെന്ന്. അണ്ണ ഒരു സമുറായിയുടെ ബൈക്ക് ഉണ്ടായിരുന്നല്ലേ?
കൊടുത്താ ശേ അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ അത്. നമുക്കിനി ബാക്ക് സൈഡിലോട്ട് പോവാം. ഇതിനകത്ത് ഒന്നും ഇല്ലല്ലേ, നേരത്തെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, കരിങ്കോഴിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇവിടെയാണ് അലക്കുന്ന സ്ഥലം. അയ്യോ ഇത് പൊളിച്ചാ, നമ്മൾ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിന്റെ മണ്ടയിൽ കുറേ മാങ്ങ ഇപ്പൊ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് എറിയുമായിരുന്നു ആ മാവില്, എന്നിട്ട് അവിടെ ഇറങ്ങി പറക്കും. ഇവിടെ ആളില്ലേ അണ്ണാ? അവര് അവിടെയൊക്കെ പോയോ? ഇതെന്തോന്നറേ, ഇതെന്തൊരായുധം? ഓ ഇത് ജിം അടിക്കുന്നില്ലേ? ഒന്ന് പിടിച്ചാണ് ഞാൻ 2 അടിക്കട്ടെ. അതെനക്ക് ചാക്കിനകത്ത് മണൽ കറച്ചിട്ട് അടിക്കായിരുന്നു. ഈ കിണറില്ലായിരുന്നു പണ്ട്, ഇത് പിന്നെ കുഴിച്ചല്ലേ. ആ അങ്ങനെ വെള്ളം കണ്ട് എത്തിയപ്പോഴത്തേക്ക് വെള്ളത്തിന്റെ മയം പോലെ കണ്ടു. അങ്ങനെ പിന്നെ അവര് കുഴിച്ചൊന്നും കിണറാക്കിട്ടെ. ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇവിടെ നേരത്തെ ഇവിടെ കിണറില്ലായിരുന്നു, പൈപ്പ് ലൈനിലെ വെള്ളമല്ലായിരുന്നു അണ്ണാ. എല്ലാരും ഇവിടെ നിന്ന് തന്നെ. ഇവിടെ ആർക്കും കിണറില്ലല്ലേ? പാറ കൂടുതലാണ് കേട്ടോ ഇവിടെ. പിന്നെ ബാക്കിൽ ഇവിടെ ബാത്റൂം ഉണ്ട്, അകത്തും ബാത്റൂം ഉണ്ട് അല്ലേ. അകത്തെ ബാത്റൂം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ എല്ലാരും കൂടെ പോയ ആ ക്ലോസറ്റും മേടിച്ചത്. തിരുവനന്തപുരത്ത് മറ്റൊരു പെട്ടിയാട്ടൊക്കെ ഞാനും മണിക്കുട്ടേണനും കുറെ ടീമുകളും ഒക്കെ ആയിട്ട് ബാക്കിൽ അങ്ങനെ മേടിച്ചത്. ഇവിടെ ബാക്കിലത്തെ കിച്ചൺ, ചെറിയ അടുക്കള. വേണ്ടമ്മ അരല്ലേ ഉണ്ടാ, ഇതേ ഇരിപ്പുണ്ട് ഇവിടെ. ഇത് ഒരു അമ്മൂമ്മയുടെ വീടാ കേട്ടോ. ഇവിടെ അമ്മൂമ്മയില്ല, ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തോട്ട് പോകുമായിരുന്നു. എന്റെ മെയിൻ ഹോബികളിൽ ഒന്ന് ഞാൻ ഇപ്പൊ കാണിച്ചാൽ ഇത് പിടിക്കച്ചാ. ഞാനും നന്ദും കൂടെ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ ഇതായിരുന്നു പരിപാടി. ഇവിടെ പോവാ, അപ്പുറത്തെ വീട്ടിൽ പോവാ, എന്നിട്ട് നമ്മുടെ ഈ വീട്ടിൽ കയറി ഇപ്പുറത്തെ വീട്ടിലാണ്. വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോകാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് പോയാൽ വേണ്ടേ, ഇങ്ങനെ പോവാം. അടിപൊളി. എന്നിട്ട് നമുക്ക് സൺഷെയ്ഡിൽ കയറാം, നേരെ ടെറസ്. അടിപൊളിയാട്ടോ. ഇനി തെങ്ങ് വഴി വേണമെങ്കിൽ ആ തെങ്ങ് വഴി നമുക്ക് ഇറങ്ങാൻ പറ്റും. മാവില് മാങ്ങയില്ലല്ലേ? ഇത് കണ്ടോ, അമ്പലത്തിലെ കാവടിക്കുള്ള സാധനം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട്. ഇങ്ങോട്ട് കയറക്കൊന്നും ഇല്ലല്ലേ? നേരത്തെ കണ്ണന്മാരൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു. ഫുള്ള് ചെടിയായിരുന്നു കേട്ടോ. ഈ ചെടി ഇങ്ങനെ പിടിച്ച് വളർന്നിട്ട് വേണ്ട ഇതുവഴി ഇങ്ങനെ താഴോട്ട് കിടക്കുമായിരുന്നു. അതെല്ലാം പോയി ഇപ്പൊ കാടായി. ഒരു ഓന്തിരിക്കുന്നുണ്ടോ? ഓന്ത് നിറം മാറും. ബിരിയാണി, ചിക്കൻ കറി, ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിള്ളേര്. കഞ്ഞിയും കറിയും കളിക്കുന്ന കേട്ടോ. ഇത് അമ്മയും കയറി വരുന്നത്. സെറ്റ്. അമ്മൂമ്മ എന്തൊക്കെ ചെറിയ ചെറിയ ലുടുക്ക് കൃഷിയും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടാ. അതെ, ആ മതിലിറങ്ങും. ഇനി എന്നിട്ട് അതുവഴി അങ്ങനെ പോകാൻ പറ്റും. എൻ്റെ ചെറിയ വഴുതനയൊക്കെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. ഇനി വീട്ടിനകത്തോട്ട് പോകാം. മൂത്ത പണം കാണിക്കല്ല. ഇതാണ് ഹാള്. ഇവിടെ പിന്നെ ചെറിയ ഒരു TV ഒക്കെ ഉണ്ട്, DVD പ്ലെയർ ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ഇത് മൂത്തച്ഛൻ്റെ മൂത്തമ്മയുടെ റൂം. ഈ റൂമിലോട്ട് ഞങ്ങൾ അധികം കയറക്കില്ല. ഞങ്ങൾ വരുമ്പോഴത്തേന് കൂടുതൽ നിൽക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന മണിക്കൂറിന്റെ റൂമിലായിരിക്കും. വേണ്ട, ഇതിനകത്തൊരു പെട്ടിയൊക്കെ ഉണ്ട്, പഴയ പെട്ടി, പേർഷ്യ പെട്ടി. ഇത് എവിടെ തുറക്കുന്നത്? ഇതിനകത്ത് തുണിയൊക്കെ വെച്ചേക്കും. പിന്നെ അലമാര ഉണ്ട്. ഹൈ, കാസറ്റ് ഇടുന്നത് അല്ലേ? ഓ സെറ്റ് സാധനം കേട്ടോ. ഇതൊക്കെ കണ്ട സോണിയുടെ സാധനം. ഫോർവേഡ്, റിവേഴ്സ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് കണ്ടിട്ട് പരിചയം പോലും കാണത്തില്ല. എന്തൊരു ഇതാരോ അത്. പാട്ട് കേട്ട് തീരുമ്പം റിവേഴ്സ് ഇടും. റിവേഴ്സ് ഇട്ടിട്ട് ഒന്നേന്ന് കേൾക്കും. എന്തായാലും 2 പേർ മേടിച്ചോളൂ. ഇനി ഇരിപ്പുണ്ടോ? എവിടെ വെച്ചേക്കണേ? യൂട്യൂബില് വരും, നോക്കിയാ മതി, നിങ്ങൾ എല്ലാരും കാണും. ഹായ് പറ, ഹായ് പറ. ഇതിലിപ്പൊ കാണത്തില്ല, വീട്ടിൽ ചെന്നിട്ട് TV ഇട്ട് നോക്കിയാ മതി, അപ്പൊ അതിനകത്ത് കാണും. മാങ്ങ തന്നെ വരീ, അമ്പലത്തിൽ കയറിട്ട് വരാം. നെല്ലിക്കോടെ വെച്ചിട്ട് വരീ, എന്റെ കാറിലോട്ട് വെച്ചോ, ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്നാ ഞാൻ പോയിട്ട് വരാം. ഓ കാണിച്ചു കൊടുക്കാം. പണ്ട് വന്നതാണ് കേട്ടോ. പണ്ടെണ്ണ
ഉത്സവത്തിന് അവിടുന്ന് കെട്ടുകാഴ്ചയായിട്ട് ഇവിടെ വരും ഒരു സംഭവമില്ലേ, കാവടിക്ക് ഇവിടെ വന്നിട്ട് ആ അമ്പലത്തിൽ നിന്ന് ഇവിടെ വരും കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയാണ് നമ്മളങ്ങ് പോകുന്നത്. ഈ ബിൽഡിംഗ് ഒക്കെ ഇപ്പൊ വെച്ചേട്ടോ, ഒന്നും നേരത്തെ ഇല്ലായിരുന്നു. ഗുരുദേവൻ ഇവിടെ ഇരുന്നാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം വിളിച്ച് SNDP യോഗം കൂടിയ സ്ഥലമാണ് ഈ പ്ലാവിന്റെ മൂട്ടിലല്ലേ. ഇപ്പം യോഗം കൂടാനായിട്ട് ആരും ഇരിക്കണ്ട, മണ്ടേ ചക്ക എടുത്തിരിപ്പുണ്ട്, എന്റെ ക്യാമറ വെച്ചിട്ടുണ്ട്, ചക്ക പറിച്ചാലും പിടിക്കും. ആലായാൽ തര വേണം, അടുത്തോരമ്പലം വേണം, ഹാലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തര വേണം, അടുത്തോരമ്പലം വേണം, ഹാലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. കുളിച്ചു ചെന്നകം പൂക്കാൻ ചന്ദ. ചക്ക മൂട്ടി കാച്ചു കിടക്കുന്നു, അതാ പറയുന്നത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അതേണ്ട, ഇതാണ് സംഭവം. ഈ ആറ്റിൽ നിന്നാണ് ശിവലിംഗം എടുത്തിട്ട് ഈ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചത്. കണ്ടാ ഐതിഹ്യമൊക്കെ കണ്ടാ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ്. ഗുഹ. വാട്ട് ഗുഹ ഈസ് ദിസ്? ഇതാണ് ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ച ഗുഹ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച ഗുഹ. അറിയത്തില്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരവാദി ഈ മനുഷ്യനാട്ടോ. മണിക്കൂട്ടൻ നെയ്യാറ്റിങ്കര. ഇത് അഡ്രസ് ഞാൻ താഴെ കൊടുക്കാം, അവിടെ വന്നാൽ മതി. ഏതാ ഈ മരം അണ്ണ? അത് പറഞ്ഞ് തള്ളാന്ന് വിചാരിക്കും. വേണം ഞാൻ ഇടാ. ഇത് മൂത്തച്ഛൻ നട്ടതാണ് കേട്ടോ. പറഞ്ഞാ ശീമച്ചക്കയല്ലേ? ഇത് എന്റെ മൂത്തച്ഛൻ നട്ട ശീമച്ചക്കയാണ് കേട്ടോ. എന്ന് പുത്രൻ മണിക്കുട്ടൻ. ഓക്കെ, നമ്മളൊരു ഗുഹയിലാണ് കേട്ടോ വന്നത്. മൂത്തച്ഛനല്ലേ? മൂത്തച്ഛൻ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആളാണ്. അപ്പൊ മൂത്തച്ഛന് ഒത്തിരി പരിചയം ഇവിടെ ആണ്. ഗുഹാലയം, അതിന്റെ പേര് കണ്ടോ? ഗുഹാലയം. ഗ്രന്ഥശാലയാണ് കേട്ടോ ഇതിനകത്ത്. എന്റെ പൊന്നെ, ആ പൂ പൂത്തിടക്കം നോക്ക് ഗൈസ്, അടിപൊളിയല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. താട്ടിറങ്ങാം. ഇതാണ് കേട്ടോ ഗുഹ. ഓ, ഇതിനകത്തോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല, ഗ്രില്ല് വെച്ച് അടച്ചിട്ടേക്കോ. വിളക്ക് എത്തിക്കണോ അതിനകത്ത്? അണ്ണാ ഗുരുദേവ് ഇതിനകത്തിരുന്നോ? എന്തിനാ? തപസ്സോ? അച്ഛാ അടച്ചാ ആടിയിട്ട് അവിടെ ചെന്നിട്ട് കൈവിട്, സമാധിയാവ്. അല്ലെങ്കിൽ ഒന്നുമില്ല. ഓടേ അച്ഛാ, ചാടിയേ അങ്ങ് ആറ്റി ചാടാൻ പറ്റുമോ? അങ്ങനെ ആടി അങ്ങ് പോകാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റില്ല. അവിടെ ചാടത്തില്ല, അവിടെ ചാടിയാ നോക്കും. അടിപൊളി. പോട്ടാ? പോയിട്ട് വരാം. വരുന്നോ? വരി അങ്ങ് ഒരുമിച്ചങ്ങ് പോവാം. ചെറിയ ഏർപ്പാടുണ്ട്. ആ ചെറിയ ഏർപ്പാട് കഴിച്ചു ബായിനി. ഓക്കെ, പോട്ടാ. പോയിട്ട് വരാം. കണ്ണമ്മ പോട്ടാ. ബൈ. കണ്ണമ്മ വരൂരി അങ്ങോട്ട്. ബാ, നമുക്കങ്ങ് പോവാം. അവിടെ ആയിക്കാ 2 ദിവസം. വരുന്നില്ലേ? ഓ പക്ഷെ എന്തോ പിന്നെ നിനക്ക് ഊഞ്ഞാല് പോരെ, ഊഞ്ഞാല് എടുത്തരാം. ബാ. ഈ ഭദ്ര വരുന്നില്ലേ? വാടേ, നമുക്ക് വീട്ടിൽ പോവാടേ. വേറെ വെച്ച് ഓക്കെ ബൈ. അടുത്ത വരാന് അജീഷണ്ണോയ്. ഓക്കെ, അടുത്ത വരാന് സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മള് മൂത്തമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് സുഹൃത്തുക്കളെ. ഇനി വേറെ എവിടെയെങ്കിലും പോണോ? ലുലു മാളിൽ ഇറങ്ങുന്നോ? വേണ്ട. ഓക്കെ ഗൈസ്, ഇനി നേരെ വീട്ടിൽ വരാം. വളരെ നൊക്ലാച്ചിക് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ കുറേ നാളായി പോയിട്ട്. അതുമാത്രമല്ല, മൂത്തമ്മ ആ ഒരു വീട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാലേ, അവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ച ആ ചേട്ടന്മാരൊക്കെ കുറെ പേരൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചു. ഒത്തിരി പേരെ കണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ അടിപൊളിയല്ലായിരുന്നോ? ഒരു കിടുക്കാച്ചി ഡേ തന്നെ ആയിരുന്നു സുഹൃത്തുക്കളെ. എല്ലാവരും നളിയാ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആണെന്ന് പറയും. ബൈ.